സംവിധായകൻ വിനയൻ ഇപ്പോൾ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ വിനയൻ, ഇപ്പോൾ AMMയിൽ ഒരു വിഭാഗം നടീനടന്മാർ ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നു, ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. താങ്കൾ ഇക്കാര്യം അറിഞ്ഞിരുന്നോ, ഇങ്ങനൊരു നീക്കം? ഇല്ല, അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴേ യാത്രയിലാണ് ഞാനിന്ന് ഹൈക്കോടതിയില് ബി ഉണ്ണികൃഷ്ണനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹം തന്നെ പക്ഷേ ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നതിനെ ഒന്ന് ഒഴിവാക്കണമെന്ന്. അദ്ദേഹം സമീപിക്കാതിരുന്നാൽ ഒരു പ്രശ്നമില്ല. അത് നിയമപരമായിട്ട് അയാൾക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. സുപ്രീം കോടതി തൊഴിൽ നിഷേധത്തിന് ഫൈൻ അടിച്ച ഒരു തൊഴിലാളി യൂണിയൻ നേതാവ് അയാള്. അപ്പോ ഒരിക്കലും ഞാൻ ആ പേപ്പറൊക്കെ ഹാജരാക്കി സുപ്രീം കോടതിയിൽ ഇന്നലെ തന്നെ ഫയൽ ചെയ്തു. അപ്പൊ അത് അദ്ദേഹം ഇനി എഴുതി കൊടുത്താലും എഴുതി കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ആർജവമൊക്കെ എനിക്കുണ്ട്. ഞാനത് നിയമപരമായിട്ട്, എനിക്ക് സർക്കാരിന്റെയും പിന്തുണ വേണ്ട, നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. ഇതിനോടൊന്ന് പ്രതികരിക്കാമോ? ഒരു ട്രേഡ് യൂണിയന്റെ ഇതെനിക്കറിയില്ല. കാരണം ഏതായാലും അത് അതിനെപ്പറ്റി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും നടക്കുന്ന ഗ്രൂപ്പ് എന്ത് പറയുന്നു കൂടെ നമുക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, നീക്കമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അല്ല, അങ്ങനെ നീക്കമുണ്ടോ എന്നുള്ള കാര്യം ബി ഉണ്ണികൃഷ്ണൻ തന്നെ സ്ഥിരീകരിക്കുന്നു. അത് എനിക്ക് അതിനെപ്പറ്റി അന്വേഷിച്ചേ പറയാനുള്ളൂ. അല്ല, താരങ്ങളെന്ന് വെച്ചാൽ നടീനടന്മാരെന്ന് പറയുന്നത് ഇവരുടെ സംഘടനയിലുള്ള 500 ചില്ലുവാനം പേരൊന്നും അല്ലല്ലോ. ആയിരക്കണക്കിന് പേരുണ്ട്. 1-2 സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമായിട്ട് നടക്കുന്ന ആയിരക്കണക്കിന് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ സമീപിച്ചൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. അതാണ്, ട്രേഡ് യൂണിയൻ ആയി കഴിഞ്ഞാൽ ആർക്കും അംഗത്വം എടുക്കാമല്ലോ. അതെ, പക്ഷെ അതിനകത്ത് ഇപ്പൊ ലൈനിലായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽപ്പെട്ട അല്ലാതെ അതിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. അവരൊക്കെ ആരെങ്കിലും ഈ 20 പേരിൽ അവരൊക്കെ ആണെങ്കിൽ അതൊരു പാരലൽ സംഘടനയായിട്ട് തന്നെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇപ്പം നമ്മൾ ഇവിടെ അഭിനയിക്കാൻ നടക്കുന്ന 10 പേരെ 20 പേരെയോ അല്ലെ 50 പേരെ സംഘടിപ്പിച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്ന വലിയ പാടൊന്നുമല്ല. പക്ഷെ അതിനകത്ത് ഇപ്പം ലൈം ലൈറ്റ് നിൽക്കുന്നവർ എത്ര പേരുണ്ടെന്നാണ് അറിയേണ്ടത്. 20 പേരാണ് സമീപിച്ചത് എന്നാണ് അറിയാനാകുന്നത്. അതിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് നിലവിൽ സംഘടനാ ഭാരവാഹികളായിരുന്നവർ അതിനെ എതിർക്കുകയില്ല എന്നും കേൾക്കുന്നു. അങ്ങനെയാണല്ലോ നിലവിലെ സാഹചര്യം. എതിർക്കാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനത്തെ സംഘടനയൊക്കെ വന്നാൽ സുന്ദരമായിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. അത് നല്ല കാര്യമാണെന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് അതിന്റെ ന്യൂസിന്റെ വിവരം അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ശരി, വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്. ഏതായാലും AMMA സംഘടന പിളർപ്പിലേക്ക് പോകുന്നു. നിലവിൽ ഉള്ള ഒരു കുടുംബ സംവിധാനം എന്നുള്ള സംഘടന മാത്രം പോരാ, ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിലേക്ക് സംഘടന വേണ്ടതുണ്ട് എന്ന നിലപാടെടുത്തുകൊണ്ട് 20ഓളം നടീനടന്മാർ ആണ് ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നത്.